ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി. ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. 100% എന്താ പറയുക, ഉറപ്പാണത് നല്ല സക്സസ് ആവും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു കുഞ്ഞൻ അപ്പം മാതിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പം മാതിരി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഇതുപോലെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ഉരുളക്കിഴങ്ങ് കറീൻ്റെ ഒരു റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ 3 കപ്പ് അരി രാവിലെ തന്നെ കഴുകി വെള്ളത്തിലിട്ടിന്ന്. ഇത് സാധാ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ, അല്ലാതെ വേറെ പച്ചരിയൊന്നും അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകുതി മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇടണ മെഷർമെൻറ്റൊക്കെ നേരെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ഒരുപാട് കഴിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അരി കൂടുതലാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കണ്ട് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നു കേട്ടോ. ആ അരച്ചെടുത്തിന്നുണ്ടല്ലോ, ഒരു 1/4 കപ്പ് മാവ് എടുത്ത് മാറ്റുകയാണ്. നമുക്കിത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് മാവ് എടുത്തിട്ടുള്ളത്. അതാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും അതിലിട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇതാ 1/4 കപ്പ് മാവ് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് മാവിന് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ നല്ലോണം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഇപ്പോഴൊന്നും ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷമാണ് സ്റ്റൗ കത്തിച്ച് കൊടുക്കുന്നത്, അല്ലാതെ കത്തിച്ച് കൊടുക്കരുത്. എന്താ വെച്ചാൽ അരിപ്പൊടി പെട്ടെന്ന് കട്ടിയായിട്ട് ഉറച്ച് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഈ നേരത്താണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് രാത്രി ഒരു 11:30 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിത് ചെയ്യണത്. സത്യം പറഞ്ഞാൽ അരി വെള്ളത്തിലിട്ട കാര്യം മറന്നുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഒരു വീഡിയോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വന്നിക്കണം. ഞാനിപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് തണുത്ത് കിട്ടണം കേട്ടോ. നല്ലോണം തണുക്കാന്ന് വെച്ചാൽ നല്ല ചൂട് എന്തായാലും മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റൂല, മിക്സിൻ്റെ ജാറ് പൊന്തിപ്പോവും. അപ്പോൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാനുള്ള പാകത്തിലുള്ള ചൂട് മതി. തണുപ്പ് എന്താ പറയുക, നല്ല ചൂട് ഇങ്ങോട്ട് വിട്ട് കിട്ടണം. പിന്നെ അതാ ഇതിലേക്ക് ഞാൻ 3 കപ്പ് അരിക്ക് 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കട്ടോ. ഗ്രൈൻഡറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് മിക്സിൻ്റെ വലിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ കപ്പി കാച്ചിന്ന് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്തിട്ടുണ്ട്. ചോറ് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി സോഫ്റ്റായി വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്ത് വരും കേട്ടോ. പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തേക്കണ്. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ലേന്ന് കേട്ടോ. ഇതൊരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും. പിന്നെ ഞാൻ മിക്സി ചൂടാവാതിരിക്കാൻ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒറ്റ പ്രാവശ്യം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, 2 പ്രാവശ്യമായിട്ട് ഇതെല്ലാം കൂടി ഒരു പാത്രത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തേക്കണം. അപ്പോൾ ഒരു ഇത്തിരി വെള്ളത്തിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ മിക്സിൻ്റെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒന്നിച്ചണ്ട് ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ് ഒഴിച്ചെടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. നമ്മളിങ്ങനെ കൈയേറ്റ് ഇങ്ങനെ ഒരു വര കയ്യിൽ മട്ട് കൊടുക്കുമ്പോൾ അതേമാതിരി വര വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചതൊക്കെ പാകമാണ് കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെയാണ്. അപ്പോൾ അതാ കുക്കറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അതിലേക്ക് നല്ല ഫ്രഷ് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ. ഇടിയപ്പത്തേക്കും ഇതേപോലെയുള്ള അപ്പത്തേക്കും ചപ്പാത്തിക്കൊക്കെ ഇതേ ഉരുളക്കിഴങ്ങിൻ്റെ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഒരു സവാള ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 പീസ് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ
ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ, വെളുത്തുള്ളി എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ കറിക്ക് വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് ഈ കറിയിൽ വരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ലോണം വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും കൂട്ടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഉപ്പും എല്ലാ ഭാഗത്തേക്ക് എത്തണ മാതിരി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിൽ ഒരുപാട് പൊടികളോ അങ്ങനെ ഒന്നും ചേർക്കണില്ല. ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു പൊടി നമ്മളിതിലേക്ക് ചേർക്കാതെ തന്നെ ഈ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റും എരിവും മാത്രം മതിട്ടോ നമുക്കിതിലേക്ക്. അപ്പോൾ അതൊരു കുഞ്ഞ് 1/4 ടീസ്പൂണിൻ്റെ സ്പൂണാണ്. അതിലും ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം നിൽക്കണം അതേമാതിരിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നീട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കുക്കറൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ രാവിലെ നമ്മളെ മാവ് തുറന്ന് നോക്കണത് കേട്ടോ. നല്ല പ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ല, നല്ലോണം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് വെള്ളപ്പച്ചട്ടിയിൽ വെള്ളപ്പം നമുക്ക് ഇത് ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്ക് വെള്ളപ്പം ഇങ്ങനെ ചുട്ടെടുക്കണേക്കാട്ടും ഇഷ്ടം ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു അപ്പം ഉണ്ടാക്കി കൊടുത്താൽ അവരെത്ര വേണമെന്നുണ്ടെങ്കിലും കഴിച്ചുള്ളൂ കേട്ടോ. ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിക്കാരട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കറി ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ടൈറ്റായിട്ട് തോന്നിയപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നീട്ടി കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇത് നീട്ടി കൊടുക്കട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെള്ളം നീട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഞാനിതൊക്കെ നല്ലോണം നീട്ടി കൊടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഒരു കുഞ്ഞു കുഞ്ഞു അപ്പമായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. എണ്ണ ഒന്നും തൂവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാനിൽ 3 അപ്പമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1-2 മിനിറ്റ് മതി കേട്ടോ. നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇതിലിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബബിളൊക്കെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഇതാ ഒരു 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ അപ്പമൊക്കെ നല്ല സൂപ്പർ ഫ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. ഒരു പണിയില്ല, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ. നമുക്ക് രാവിലെ തലേ ദിവസം ഇതേമാതിരിയൊക്കെ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല സുഖമാണ് നമ്മൾക്ക്. ഞാൻ ഇതിന് മുന്നേ വേറെ സൈസിൽ വെള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈസി വെള്ളപ്പമാണ്. അത് നമ്മൾ രാവിലെ തന്നെ പൊടി കൂട്ടി വെച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കേണ്ടിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അതും നല്ല ടേസ്റ്റുള്ള ഈ ഒരു ഈസി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ കുക്കറ് 3-4 വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓരോ ലൈക്ക് തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ നല്ലോണം ഉടച്ചിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. എന്നാലും ചെറിയൊരു പീസ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ്. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. 1-ാം പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. 2-ാം പാലും 3-ാം പാലും ഒന്നുമില്ല, 1-ാം പാലിൽ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-ാം പാൽ എടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇത് നമ്മൾ തിളപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ചൂടായാലും മാത്രം മതി, അല്ലാതെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതാ നല്ലോണം കറിന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കണം.
ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി വിതറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞിട്ടോ. എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ എത്രണ്ണം വേണമെന്നുണ്ടെങ്കിലും രാവിലെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ കാണാനും അവർക്കൊരു ഭംഗിയായിരിക്കും ഈ കുഞ്ഞു കുഞ്ഞു കുട്ടി അപ്പം ചുട്ടുകൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ എന്നോട് പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലേന്നൊക്കെ ഒന്ന് പറയേണ്ടി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. ഒരുപാട് സിമ്പിൾ വീഡിയോസിൻ്റെ റെസിപ്പി നമ്മളെ പ്ലേ സ്റ്റോറിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതിങ്ങനെ കയ്യിലിട്ട് നമ്മൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതേ മയത്തിന് നിവർന്ന് വരും കേട്ടോ. അത്രയും സ്പോഞ്ചി ആയിട്ടാണ് നമുക്കിത് കിട്ടൽ. അടി കരിഞ്ഞ് പോവുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.